ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ അറസ്റ്റ് ഉടനുണ്ടാകും. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ കോടതി തള്ളി. ദ്വാരപാലക സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ 4ാം പ്രതിയാണ് എസ് ജയശ്രീ. റഹീസ് റഷീദ് ചേരുന്നുണ്ട്. റഹീസ്, അറസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? പ്രത്യേകിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ കൂടി തള്ളിയ സാഹചര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു ചികിത്സയുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ? റോഷ്നി, അങ്ങനെയാണ്. അതായത് അവർക്ക് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് നാളുകളായി തിരുവല്ലയിലെ വീട്ടിൽ തന്നെയാണ് ചികിത്സയുടെ ഭാഗമായിട്ടുള്ളത്. അത് കാണിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യം സമർപ്പിച്ചത്. പക്ഷേ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് റാന്നി 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പക്ഷെ അവിടെ മജിസ്ട്രേറ്റ് അവധിയായതിനാൽ പത്തനംതിട്ട കോടതി ഇന്നത് പരിഗണിച്ചപ്പോൾ തള്ളിക്കളയുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ഇനി അറസ്റ്റ് എന്ന നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷെ ആരോഗ്യപരമായ ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും കസ്റ്റഡി അപേക്ഷയിൽ മേടിക്കുകയും ഒക്കെ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അത് അക്കാര്യത്തിൽ അന്വേഷണ സംഘം ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഒരു തീരുമാനമെടുക്കുക. ദ്വാരപാലക ശില്പങ്ങൾ സന്നിധാനത്ത് നിന്ന് ചെന്നൈയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്നു എസ് ജയശ്രീ. ആ സമയത്ത് ദേവസ്വം ബോർഡ് തീരുമാനം അല്ലാത്ത തീരുമാനങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത് കൊടുത്തുവിടാം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കാതിരിക്കുകയും പക്ഷേ അത് ഉത്തരവായി ഇറക്കിയപ്പോൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനമായി ജയശ്രീ പുറത്തിറക്കുകയും ചെയ്തു എന്നതാണ് ജയശ്രീക്കെതിരെ കുറ്റപത്രത്തിലുള്ള, അല്ലെങ്കിൽ ജയശ്രീയെ 4ാം പ്രതിയായി വരാൻ കാരണം. അതുകൊണ്ട് അടുത്തത് ജയശ്രീ എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഗുരുതരമാണെങ്കിൽ അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം പോവുകയുമില്ല. ഓക്കെ, റഹീസ് റഷീദാണ് ജയശ്രീയുടെ അറസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.